നമ്മൾ വീട്ടമ്മമാർക്കുള്ള ഒരു മെയിൻ പണിയാണ് ആലോചന. വേറൊന്നുമല്ല, അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അതിനെന്ത് കറി വയ്ക്കും, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്ത് കറി വയ്ക്കും, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ സ്നാക്സ് എന്ത് വേണം, ഇങ്ങനെയുള്ള ആലോചനകൾ കൊണ്ട് തല പുകച്ച് നടക്കുകയാണ് വീട്ടമ്മമാരല്ലേ. അപ്പോൾ ഊണിന് പറ്റിയൊരു നല്ലൊരു ഒഴിച്ചുകറിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 6 ചെറിയ തക്കാളി സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുക, ഒരു സവാള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുക, 2 പച്ചമുളക്, ഇത്രയും മതി. ഇനി അതിന് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരമുറി തേങ്ങ ചിരകിയതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വയ്ക്കുക. ഇനി ഒരു കുക്കറിൽ 1 കപ്പോളം പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ച് വേവിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കുക്കറിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അസൗകര്യം കൊണ്ട് ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇനി അത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഇരിക്കുകയായിരിക്കും. ഓൾറെഡി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായി തിളച്ച് പച്ചമണമൊക്കെ മാറി നമ്മുടെ കറിയുടെ കളറ് തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ കറികൾക്കും ചെയ്യാറുള്ളത് പോലെ തന്നെ താളിച്ചൊഴിക്കലാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിക്കണം. അന്നേരം ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് ആ മിക്സ് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കറി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ കറി വെച്ച് നോക്കാത്തവർ ഒന്ന് വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.